ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് നമ്മൾ കൊട്ടിയൂരേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബസ്സിലല്ലേ പോയത്. അപ്പം ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ബസ് വേണ്ട, കാരണം ഭയങ്കര തിരക്കായിരിക്കും ബസ്സിൽ. അപ്പോൾ ബസ് വേണ്ട, ട്രാവലർ പിടിച്ചിട്ട് പോകാൻ. അങ്ങനെ നമ്മളെല്ലാവരും നമ്മളെ ഫാമിലി മാത്രം ട്രാവലർ പിടിച്ചിട്ട് പോകാൻ പോവുകയാണ്. ഞാനൊക്കെ മാറ്റി ഇവിടെ നിന്നു. അങ്ങനെ പുറത്തെല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. ഭയങ്കര ഒച്ചപ്പാടും ബഹളൊക്കെയാണ്. ഞാൻ കാണിച്ചുതരാം. അങ്ങനെ റോച്ചിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയാണ്. നമ്മൾ പോട്ടെ. ബായ് ബായ്. ഇവക്ക് എത്ര തിന്നാൻ കൊടുത്താലും ഇവള് തിന്നൂല ഗൈസ്. പിന്നെ ഇത് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു 10-15 ആള് മാത്രം ഒരു ട്രാവലർ പിടിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. വേറെ പുറമേ നിന്നൊന്നും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി റോഡ് വരെ നടന്നു. ഡ്രൈവർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു 4:45 എല്ലാവരോടും വരാൻ പറയണം, എന്നാൽ നമുക്ക് 5 മണിക്കെങ്കിലും പോവാം. പക്ഷേ ഡ്രൈവർ വന്നത് 5:30. അങ്ങനെ വണ്ടി കയറി പാട്ടൊക്കെ കേട്ടിട്ട് ഒരു ഉറങ്ങി വരുമ്പോഴേക്ക് തന്നെ നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഏതൊരു കാട്ടിലോട്ടൊക്കെ നടന്നിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് അധികം ലേറ്റ് ആക്കാണ്ട് നേരത്തെ തന്നെ പോയാല് വേഗം ഭഗവാനെ കണ്ടിട്ട് വരാ, അത്ര ജനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെങ്കിൽ ഈ തിരക്ക് കണ്ടേരം തന്നെ എനിക്ക് ഫുൾ ക്ഷീണായി പോയി. കൊട്ടിയിലെത്തി നോക്കുമ്പോൾ വീടാണെങ്കിൽ ഭയങ്കര തിരക്ക്. ക്യൂവിന്റെ അറ്റം പരുതിയിട്ട് ഇങ്ങനെ നടന്നോണ്ടി. ക്യൂബിന് ഇത്ര വലുതായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് ഓക്കെ ആയ ശേഷം അമ്പലത്തിലേക്ക് കയറാൻ. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. പണ്ടത്തെ ആ പാലവും ഇപ്പോൾ ഉള്ള ഈ പാലവും കണ്ടാൽ ഈ പാലത്തിന്റെ മാറ്റം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ അവിടെ തന്നെയുള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കരുത്. ഇവിടെ പിന്നെ നമ്മളെ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ വിളമ്പുന്ന പോലെയാണ് രാവിലത്തെ കടിയും കറിയൊക്കെ വിളമ്പി തരുന്നത്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ഫസ്റ്റ് തന്നെ വന്നാൽ, അത് ഉത്സവം തുടങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ വന്നാൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. നോക്കുമ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര തിരക്ക്. ഇനി എന്തായാലും അകത്ത് കയറി ഭഗവാനൊക്കെ കണ്ടിട്ട് വരാം. ഇപ്പൊ മഴയൊക്കെ അത്യാവശ്യം പെയ്ത് തുടങ്ങുന്നോണ്ട് തന്നെ ഈ ബാവലി പുഴയില് അത്ര വലിയ ആഴം ഉള്ളോയിക്കൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ പിന്നെ കുളിക്കണ്ട, കാല് മാത്രം കഴുകാന്ന് വെച്ച് നോക്കുമ്പോഴേക്ക് മൂത്ത മറ്റേ പറക്കും തളികല വാസന്തിനെ പോലെ പുഴ കണ്ടപ്പാട് ഒറ്റൊരു ചാട്ടം. പിന്നെ അവിടുത്തെ കല്ലും ഇങ്ങനെ ഉരച്ചിട്ട് ചന്ദനമൊക്കെ തൊട്ടതിന് ശേഷം നമ്മൾ നേരെ ക്യൂ നിൽക്കാൻ പോയി. ക്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും എത്രത്തോളം തിരക്കുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ബോറടിക്കാണ്ടിരിക്കാൻ ഇവർ അടിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്ക് 1 മണിക്കൂർ അങ്ങ് പോയിട്ടുണ്ടായിരുന്നേ. 2 മണിക്കൂറായി. നമ്മളങ്ങനെ 8 മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് 12 മണിക്കാണ് നമുക്ക് ദർശനം കിട്ടിയത്. അതായത് 4 മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് ഈ 4 മണിക്കൂറൊന്നും ക്യൂ നിൽക്കാൻ കഴിയൂലെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇടക്കിടക്ക് പോവാന്ന് വെച്ച് നിന്നതാണ്. പക്ഷെ എന്തോ ഞാൻ അങ്ങനെ പിടിച്ചു നിന്നു. വർഷത്തിൽ ഒരിക്കൽ ആ സ്വയംഭൂ വിഗ്രഹം കാണാനാണ് കേട്ടോ ഇത്രക്കാരും ഭക്തർ ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. ദർശനം കിട്ടിയിട്ട് പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് അയച്ചിനെ കാണിക്കാൻ അങ്ങനെ പറയണ്ട. പിന്നെ ഇപ്പൊ എല്ലാരും റീൽസ് ഒക്കെ ഇടുന്ന പോലെ നമുക്ക് എങ്ക പാത്താലും ഈ കർണാടകക്കാർ ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ക്യൂ പോരാണ്ട് ഇതാണ് കേട്ടോ രണ്ടാമത്തെ ക്യൂ. 2 വയലോട്ട് ഉള്ളിൽ കയറാൻ കഴിയും. പിന്നെ നമ്മൾ നേരെ ഇക്കരെ കൊട്ടിയൂരിലേക്കാണ് കേട്ടോ പോയത്. ബാവലി പുഴയുടെ 2 വശത്തായിട്ടാണ് കേട്ടോ ഈ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നത്. അക്കരെ കൊട്ടിയൂരിലുണ്ടായ അത്ര തിരക്കൊന്നും ഇക്കരെ കൊട്ടിയൂരിൽ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് കറക്റ്റ് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുട ചൂടിയിട്ടും കാര്യമില്ല, ബാക്കിയുള്ള ആളെ കുടയിൽ നിന്ന് വെള്ളം കൊണ്ട് നമ്മൾ നനയും. അവിടുന്ന് തൊയ്ത് ഇറങ്ങിയപ്പാട് നമ്മൾ ഇന്നെ ചോറ് തിന്നാനാണ് കേട്ടോ അടുത്ത് ക്യൂ പോയി നിന്നത്. അക്കരെ കൊട്ടിയൂരും പോയി ഇക്കരെ കൊട്ടിയൂരും പോയി. ഇപ്പൊ ചോറ് കഴിക്കാൻ ക്യൂ നിൽക്കാണ്. വലിയ ക്യൂ ഉണ്ട്. കൊട്ടിയൂർ അമ്പലത്തിൽ ഓൾറെഡി അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ അവിടെ ഫുൾ തിരക്കായിരിക്കും എന്ന് വെച്ചിട്ടാണ് കേട്ടോ അതിന്റെ കുറച്ച് ഇങ്ങോട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചത്. നമ്മൾ കൊട്ടിയൂർ പോയാൽ അവിടുന്ന് നിർബന്ധമായിട്ട് വാങ്ങേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഓടപ്പൂവ്. ദക്ഷന്റെ താടിയായിട്ട് കണക്കാക്കുന്ന ഈ പൂവ് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയാൽ നമുക്ക് നല്ലത് വരുന്നതാണ് കേട്ടോ വിശ്വസിക്കുന്നത്. അങ്ങനെ അമ്മമാർ അതൊക്കെ വാങ്ങുമ്പോഴേക്ക് നമ്മൾ വേഗം നമ്മളെ ഷോപ്പിംഗ് നടത്തേണ്ടിട്ട് പോയി. ഞാൻ പിന്നെ ഏത് ഉത്സവത്തിനും എവിടെ പോയാലും ഫസ്റ്റ് വാങ്ങുന്ന ഒരു സാധനമാണ് കേട്ടോ മുളക് ബജി. നമ്മളിനി ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഇത് പാർസൽ വാങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് കഴിക്കാന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വണ്ടി കയറി നോക്കുമ്പോൾ ഇവന്റെ ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും വളഞ്ഞിട്ട ആക്രമണമായിരുന്നു. കൊട്ടിയൂരിന്ന് ഇപ്പം വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ട്രാവലറിൽ എല്ലാവരും കയറി ഇരുന്നു. നമ്മൾ ഒരു ബാക്കിലത്തെ സീറ്റിൽ തന്നെ 5 ആളാണ്. ഇവർ ഇരുന്നാൽ തന്നെ 3 ആളെ സ്ഥലം ഓൾറെഡി ആയി. എന്നിട്ട് ഇപ്പൊ സ്ഥലമില്ല. ഇത് ഇവിടെ 2 ആളെ സ്ഥലത്ത് ഓൾറെഡി ഇരിക്കും. ഇനി ഇതിൽ പറയണ്ട, ഈ സീറ്റ് ഫുള്ളാക്കി. നിങ്ങൾക്ക് ഇവനെ കണ്ടിട്ട് നമ്മുടെ വായാറ്റൂലെ ഹാഷിറിന്റെ ഒക്കെ ഒരു കട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഒന്ന് സെറ്റ് ആയ പാടന്നെ ചൂടൊക്കെ തണിയുന്നതിന് മുന്നേ നമുക്ക് നമ്മളെ മുളക് ബജിയും കറിയും ഒക്കെ തിന്നാന്ന് വെച്ചിട്ട് നമ്മൾ നേരെ അത് തിന്നാൻ. അത് തിന്ന് കഴിയുമ്പോഴേക്ക് പിന്നെ ഓരോരുത്തർ കഴിയുന്നു ഇങ്ങനെ ഓരോ തിന്നേണ്ട സാധനമായിട്ട് പൊന്തി വരാൻ തുടങ്ങി. പിന്നെ ഇനി ഭക്തി മൂടൊക്കെ മാറിയിട്ട് കുറച്ചൊന്ന് വൈബ് ആവട്ടെ എന്ന് വെച്ചിട്ട് എല്ലാവരും ഫുൾ ഡാൻസ് ആയിരുന്നു.
നമ്മൾ ഈ വെക്കേഷനെ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഫുൾ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ആരും പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഈ കൊട്ടിയൂർ പോകുന്നത് ഒരു ട്രിപ്പായി കോട്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ, ഇങ്ങനെ ട്രാവലറൊക്കെ പിടിച്ചിട്ട് പോകാന്ന് വെച്ചത്. അതുകൊണ്ട് കിട്ടുന്ന കുറച്ച് ടൈമെങ്കിലും നമ്മൾ കുറച്ചൊന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കയറിയ ഒരു അമ്പലമാണ് ശ്രീ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം. നമ്മൾ അവിടെ ഒരു 3 മണി ആ ടൈം എത്തിയോണ്ട് തന്നെ ആ അമ്പലം ഓപ്പൺ ആയിട്ടില്ല. 5 മണി ടു 7 മണിയാണ് കേട്ടോ വൈകുന്നേരം ഓപ്പൺ ആവും. പക്ഷെങ്കിൽ അടിപൊളി അമ്പലമാണ് കേട്ടോ അത്. നമ്മൾ ഈ വയനാട്ടിലൊക്കെ പോയ പോലെ ഫുൾ കൊരങ്ങന്മാരും ഇങ്ങനത്തെ പുഴകളും ഒക്കെ ആയിട്ട് അത്ര നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു പ്രകൃതി, നമ്മൾ കൊട്ടിയൂർ പോലെ തന്നെ ഒരു പ്രകൃതിയാൽ ചുറ്റപ്പെട്ട ഒരു അമ്പലം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൊട്ടിയൂർ പോകുന്നുണ്ടെങ്കിൽ ഈ അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്ത്, ഇപ്പൊ തുറന്നേ ഇല്ലയൊന്നും എനിക്കറിയില്ല, നിങ്ങളൊന്ന് അന്വേഷിച്ച് വന്നിട്ട് വിസിറ്റ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറിയിട്ട് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മുടെ സ്ഥലം എത്താനായിട്ടുണ്ടായിരുന്നു. ഈ പിള്ളേർമാർന്ന് ഇനിയും ഉറങ്ങി എണീക്കുന്നേ ഇല്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ട്രാവലറിന്റെ ഡ്രൈവർ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ചേട്ടനാണ്. അങ്ങനെ നമ്മൾ കൊട്ടിയൂരൊക്കെ പോയി വീട്ടിലെത്തി, ഭഗവാനെയൊക്കെ നല്ലോണം കണ്ടു. ജൂൺ ലാസ്റ്റ് വരെ എങ്ങാനും ഉത്സവമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും പോകണം. നമുക്ക് കാരണം ഒരു വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു മഴ ഉത്സവം എന്നൊക്കെ പറയുന്ന പോലൊരു ഉത്സവമാണ് കൊട്ടിയൂരിൽ. അപ്പം അതായത് നമുക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ കിട്ടും. അപ്പം നമ്മളത് മാക്സിമം പോകാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ ഇനി എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കാരണം രാവിലെ എണീച്ചിട്ട് നമ്മൾ പോയതാണ്. ഒരു 5 മണിക്കെങ്കിലും ഇവിടുന്ന് വിടണം എന്ന് വെച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കിടന്നുറങ്ങാൻ പോകുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.